وإن يردك بخير فلا راد لفضله. അല്ലാഹു ഒരാൾക്ക് ഔദാര്യമോ അല്ലാഹുവിന്റെ നിഅമത്തോ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അത് തടുക്കാനും ആരെ കൊണ്ടും കഴിയൂല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കാണോ അള്ളാഹു പരീക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആർക്കാണോ അള്ളാഹു നിഅമത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഔദാര്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് അള്ളാഹു കൊടുക്കും. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പോ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവൻ അള്ളാഹുവാണ്. ഈ വസ്തുക്കളല്ല ഇത് ചെയ്യുന്നത്, ആളല്ല ഈ ചെയ്യുന്നത്, പിന്നെയോ ഇടപെടുന്നത് അള്ളാഹുവാണ്. ഈ വിശ്വാസം, ഇതാണ് മുഅ്മിനീങ്ങളുടെ വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അഖീദ അള്ളാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. ലൈസ മിന്നാ, തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളിൽ പെട്ടവരല്ല മൻ തതയ്യറ ഔ തുതയ്യറ ലഹ്, ആരെങ്കിലും പക്ഷിലക്ഷണം സ്വന്തമായി നോക്കുകയോ അതല്ല ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ നോക്കിക്കൊടുക്കുകയോ ചെയ്താൽ അവർ നമ്മളിൽ പെട്ടവരല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇംറുൽ ഖൈസ്, പേര് കേട്ട പഴയ കവിയാണ് ഇംറുൽ ഖൈസ്. ഇംറുൽ ഖൈസിന്റെ വാപ്പയെ ഒരാളെന്ന് കൊന്നു. അറബികൾ, ഇസ്ലാമിന്റെ ആദ്യകാലമാണ്, ഇസ്ലാം വരുന്നതിന്റെ മുമ്പ്, നബി തങ്ങൾക്ക് വഹി ലഭിക്കുന്നതിന് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവര് പ്രതികാരം ചെയ്യും. എന്റെ വാപ്പയെ കൊന്നു, എന്റെ വാപ്പ ഞാൻ കൊല്ലുന്നു. ആ വാപ്പ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഇവൻ പ്രതികാരം ചെയ്തേക്കും. പക്ഷെ അതിന്റെ മുമ്പ് അവർക്ക് അസ്ലാം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതാണ് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം വൽ അൻസാബ് വൽ അസ്ലാം. അൻസ്വാബ് എന്ന് പറഞ്ഞാൽ, അൻസ്വാബ് എന്ന് പറഞ്ഞ വാക്കാണ് എന്ത്, ഈ ശകുനം നോക്കുക. അതായത് അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട്, അവരെന്ത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദേവാലയം, 3 അമ്പുണ്ടാവും. അവിടുത്തെ പൂജാരിയോട് പറയും, അല്ല എന്റെ വാപ്പാനെ കൊന്നാളപ്പോ ഞാൻ കൊല്ലണോ കൊല്ലാണ്ടിരിക്കണോ? അപ്പോൾ പറഞ്ഞ് കണ്ണു ചിമ്മ്, ഒരു അമ്പ് ഇങ്ങോട്ട് എടുത്തോ എന്ന് പറയും. 3 അമ്പുണ്ട്. ഇഫ് അൽ ഔ ലാ തഫ്അൽ, ഒന്നുകിൽ ഇത് ചെയ്തോ അല്ലെങ്കിൽ ചെയ്യരുത്, അല്ലെങ്കിൽ ഒന്നുമില്ല, നീ വേണ്ട ഇഷ്ടപ്രകാരം ചെയ്തോ. ഇംറുൽ ഖൈസിനോട് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അമ്പെടുത്തപ്പോ അതും എഴുതി വെച്ചത് ലാ തഫ്അൽ, പോയി കൊല്ലല്ലേ. ബിംബത്തിന്റെ മുഖത്ത് നോക്കി ഒരു ഇടി കൊടുത്തിട്ട് പറഞ്ഞു, ഓ ബിംബമേ, നിന്റെ വാപ്പയാണ് ഈ മരിച്ചതെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നോ? ഞാൻ പോയി കൊല്ലുകയാണെന്ന് പറഞ്ഞു. പ്രതികാരം ചെയ്ത ആളാണ്. അവിടുത്തെ വിശ്വാസം അതായിരുന്നു. വിശുദ്ധ ഖുർആൻ ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് പറഞ്ഞു, റിജ്സും മിൻ അമലി ശൈത്താൻ. ഇങ്ങനെ ഒരു വിശ്വാസം നമുക്കില്ല, അങ്ങനെ ഒരു സംഭവമില്ല. ഇതാണ് തീരുമാനിക്കുന്നത്, ഇത് തീരുമാനിച്ചാൽ ഇത് പറയുന്നതാണ് ഖൈർ, ഇത് പറയുന്നതാണ് ഷർ. അങ്ങനെ ഒരു സംഭവം മുസ്ലിമിന് പറ്റില്ല. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കണേ പൊന്നു സഹോദരന്മാരെ, പ്രത്യേകിച്ചും സഹോദരിമാർ. അമ്പലങ്ങളിലും പൂജകളിലും ചെന്ന്, ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് സേവകൾ ചെയ്യുന്നത്, ചെയ്യിപ്പിക്കുന്നത്, അവിടുത്തെ ഭസ്മമായി പോരുന്നത് പച്ചയായ ഹറാമാണ്. ഒരു സംശയമില്ല, പച്ചയായ ഹറാമാണ്. ഷിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവിടെ ചെന്ന് അവിടെ സിഹർ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പൂജാരികൾക്ക് ചെന്ന് സിഹറല്ലേ, പച്ചയായ സിഹർ. ഒരുപക്ഷെ ഒരു അസുഖം വന്ന്, പ്രയാസം വന്ന്, എത്ര ഖുർആനോദി മന്ത്രിച്ചൂതി കൊടുത്തിട്ടും ശരിയാവാത്ത അസുഖം, ചിലർ പറയും ഒന്നുമില്ല, ഒരു 8 ഉറുപ്യ ദക്ഷിണ അവിടെ കൊടുത്തേക്കണം ശരിയാവുമെന്ന്. ഈമാനില്ലാത്തവൻ പോകും, ചിലപ്പോൾ ശരിയാവും ചെയ്യും. എങ്ങനെ ശരിയായി? പിശാചിനെ കൊണ്ട് അല്ലാഹു ഇടപെടുത്തുന്നതാണ്. ഇതൊക്കെ റബ്ബ് ചെയ്യുന്ന പരീക്ഷണങ്ങളാണ്. നീ പിടിച്ചു നിൽക്കുന്നുണ്ടോ? എത്ര കാലം ഞാൻ ഈ അസുഖം നിനക്ക് വരണമെന്ന് തീരുമാനിച്ചു, അതുവരെ നീ പിടിച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുന്നു അല്ലാഹു തആല. നമ്മൾ ക്ഷമ കിട്ടാതെ പോവാണ്. അമ്പലത്തിലേക്കെങ്കിൽ അമ്പലത്തിന്റെ കുട്ടിക്ക് ശിഫയാകട്ടെ, പൂജാരിയാണെങ്കിൽ പൂജാരി, സിഹർ ചെയ്യുന്ന ആളാണെങ്കിൽ അതാകട്ടെ. ഇതൊക്കെ ഇസ്ലാം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മുഅ്മിനീൻ. ഇതിലാർക്കും സംശയമില്ല, ഒരു സംഘടനക്കാർക്കും ഒരു സംശയമില്ല. ഇത് ഹറാമ് തന്നെയാണ്. അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ അഖീദയും അത് തന്നെയാണ്. മൻ അതാ കാഹിനൻ ഔ അറാഫൻ, ഇങ്ങനെ പൂജാരികളെയോ അതല്ലെങ്കിൽ ശകുനം നോക്കുന്ന ആളുകളെയോ നിങ്ങൾ ചെല്ലുകയും അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഇസ്ലാമിൽ അവർ അവിശ്വസിച്ചിരിക്കുന്നു. കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്. എന്തൊരു ഗൗരവമാണ്. ആർക്കും കൈ നീട്ടി കൊടുക്കണ്ട, കൈ വായിക്കാനേ. എന്റെ കൈയും നോക്കിത്തായോ, ആയുസുണ്ടോ ഇല്ലേ? നിങ്ങൾ നാളെ മരിക്കുകയാണെങ്കിൽ തന്നെ ഒരു പറഞ്ഞു തരും, അവർക്ക് പറയാൻ പറ്റുമോ, അവർക്ക് പറയാൻ അറിയുമോ? വെറുതെങ്ങനെ പറയാൻ? പിശാച് ചിലതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അള്ളാഹുവിന്റെ മലക്കുകളിൽ നിന്ന് കട്ടുകേട്ട് വന്നിട്ട് സൂറത്തുൽ ജിന്നിൽ ജിന്നുകൾ പറയുന്ന വിഷയം അള്ളാഹു പറയുന്നു, ഞങ്ങൾ ശൈത്താന്മാർ എന്ത് ചെയ്യും? ആകാശത്ത് പോയിട്ട് മലക്കുകളുടെ കോൺവെർസേഷനൊക്കെ ചോർത്തിയെടുക്കുന്ന പോലെ ഞങ്ങൾക്കുണ്ട്. അത് ഭൂമിയിലെ ഈ ഭാഗ്യം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ചെന്ന് പറഞ്ഞു കൊടുക്കും. അവരതും പിടിച്ച് മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും. അപ്പൊ അങ്ങനെയാണ് ചില വിഷയങ്ങളൊക്കെ. അല്ലല്ലാ, പറഞ്ഞത് വളരെ ശരിയാണല്ലോ, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആളത് പറഞ്ഞെന്നല്ലോ, അതൊക്കെ സംഭവിക്കും.
അതിലൊന്നും പെട്ടുപോകരുത്. ജിന്നിനെ പിടിക്കലോ ജിന്ന് വേത്തുകൂടലോ അതൊന്നും വലിയ അത്ഭുതമല്ല. അതുകൊണ്ടൊന്ന് ഇത് കാര്യപ്പെട്ട ആൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ടേ. ഈമാനുണ്ടോ, ഇസ്ലാമുണ്ടോ, ജീവിതത്തിൽ തഖ്വയുണ്ടോ, അത്തരക്കാരെ മാത്രം സമീപിച്ചാൽ മതി. അല്ലാതെ കാണാത്തത് പറഞ്ഞു ഇതൊന്നും അത്ഭുത ശൈത്താന്മാർക്കും ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. മുസ്ലിമീങ്ങൾ തന്നെ കാണും ചിലപ്പോൾ. ശ്രദ്ധിക്കണേ, കാലം എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലേ? എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. പിന്നെന്താ ഇതിലുണ്ട്? അത്ര തന്നെ വിഷയം, അതിലപ്പുറമൊന്നുമില്ല. ശ്രദ്ധിക്കണം. തഖ്വയാണ് നോക്കേണ്ടത്. ഈമാം വിവരമുള്ള ആളാണോ, ഫിഖ് പഠിച്ചിട്ടുണ്ടോ, ഹദീസും ഖുർആനും പഠിച്ചിട്ടുണ്ടോ? ചില വളവന്മാരെന്താ പറയുന്നവരോ, പൂജാരി പറഞ്ഞു എന്തേ മഹദി ശൈഖ് തങ്ങളുടെ പേരിൽ യാസീൻ ഓതാൻ. പടച്ചോനെ, മോന്റെ വിചാരം ഇത് പൂജാരി മുസ്ലിമാന്നാ? ഇതേ പൂജാരി എടുത്തിട്ട് ഹിന്ദു ചെന്ന് അവരോട് പറഞ്ഞ് ഭഗവത്ഗീത ഓദിക്കുമെന്ന് അവരോടും പറയും. ഇതൊക്കെ തട്ടിപ്പാണ്. മനുഷ്യന്മാരുടെ അഖീദയെ കേടുവരുത്തുകയാണ്. മുസ്ലിമീങ്ങളുടെ അഖീദയെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകലാണ്. സമ്മതിച്ചുകൂടാ. അവർക്ക് അങ്ങനെ ഖുർആനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പൂജപ്പണി നിർത്തിയിട്ട് പള്ളിക്ക് വരൂലേ നിസ്കരിക്കാന്? അതുകൊണ്ട് ശ്രദ്ധിക്കണം, വഞ്ചിതരായി പോകരുത്. പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സിഹർ ചെയ്യാൻ വേണ്ടി ആളുകളെ സമീപിക്കുന്ന അധികവും പെണ്ണുങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. നഫ്ഫാഥാതി ഫിൽ ഉഖദ്. പെണ്ണുങ്ങൾക്ക് ഈ അസൂയ തോന്നുക, അവൻ അത്ര ഉഷാറാവണ്ട, എത്ര സംഗതികളാ മുഅ്മിനീങ്ങളെ. ബേജാറായിപ്പോ ഓരോരുത്തർ ചെയ്യുന്ന ഒരു പണി കണ്ടാൽ. അള്ളാഹു നല്ല ബോധം നൽകട്ടെ. അക്ബറുൽ കബായിർ, വൻദോഷങ്ങളിൽപ്പെട്ട വൻദോഷമാണ് സിഹർ ചെയ്യുന്നത്, ചെയ്യിപ്പിക്കുന്നത്, ആളെ സമീപിക്കുന്നത്, അത് ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വിശുദ്ധ ഖുർആൻ കൊണ്ടാണ് അതിനെ ചികിത്സിക്കേണ്ടത്. സൂറത്തുൽ ബഖറ കൊണ്ട്, ആയത്തുൽ കുർസി കൊണ്ട് അലിമീങ്ങളും സജ്ജനങ്ങളുമായ സയ്യിദന്മാരായ നല്ല മനുഷ്യന്മാരെ സമീപിച്ച് അവരോട് മന്ത്രിച്ച് ഊതി വാങ്ങിക്കുകയോ, അവരോട് ദുആ ചെയ്യാൻ പറയുകയോ, സംസം വെള്ളം കുടിക്കുകയോ, ആയത്തുൽ കുർസി ഓതുകയോ, വിശുദ്ധ ഖുർആൻ മുഴുവനായി ഓതുകയോ, ഇതൊക്കെ അതിന്റെ പരിഹാരം. എന്നല്ലാതെ ഒരു അമ്പലത്തിലും അവിടെ ഇവിടെ ഒന്നും പോകരുതേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഔ തകഹന ഔ തുകുഹിന ലഹു. ഏതെങ്കിലും ഒരാൾ കഹാനത്ത് ചെയ്യുകയോ, അതായത് ഫോർച്യൂൺ ടെല്ലിംഗ്, ഭാവി പ്രവചിക്കുകയോ, ഔ തുകുഹിന ലഹു, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി മറ്റാരെങ്കിലും ചെയ്യിപ്പിക്കുകയോ ചെയ്തു, ഇവരും നമ്മിൽപ്പെട്ടവരല്ല. ഔ സഹറ, ഒരു മനുഷ്യൻ സ്വന്തമായി സിഹർ ചെയ്യുകയോ, ഔ സുഹിറ ലഹു, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്തു കൊടുക്കുകയോ ചെയ്താൽ ആ ചെയ്തു കൊടുത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. വമൻ അതാ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം എന്നാണ് പുറത്തു പോകുന്ന. ഈ ലക്ഷണം കാണുന്ന, അപലക്ഷണം കാണുന്ന ആളുകളിൽ 3 വിഭാഗമാണ് ഉണ്ടാവുക. ചിലര് ഇങ്ങനെ കാണുമ്പോ മുമ്പിലേക്ക് ആരെങ്കിലും ഒന്ന് ഇറങ്ങി, ചിലരൊക്കെ ഈ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക, യാത്ര പുറപ്പെടുന്ന സമയത്ത് ഒരു കണ്ണുള്ള ഒരാളെ കണ്ട് പടച്ചോന്റെ യാത്ര മുടങ്ങി അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഒരു കൈയില്ലാത്ത ഒരാൾ, കാലില്ലാത്ത ഒരാൾ, അംഗവൈകല്യങ്ങളോ മാരക അസുഖങ്ങളുള്ള ഒരാളെ മുമ്പിൽ കണ്ട് അങ്ങനൊന്നൊരു സംഭവമില്ല. സുബഹി നിസ്കരിച്ച് ദുആ സഫർ ചെയ്ത് നിസ്കരിക്കാൻ പറ്റുന്ന നേരാണെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ആ യാത്രയിലേക്ക് പുറപ്പെട്ട അതിൽ എന്ത് കുഴപ്പമുള്ളത്? എവിടെ നിങ്ങൾ യാത്ര ചെയ്തു? ഹലാലിലേക്ക്, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക്. ഏത് സമയവും ഏത് ദിവസത്തും നിങ്ങൾ പോയിക്കൊള്ളു, ഒരു കുഴപ്പമുണ്ടോ? അതിൽ അപലക്ഷണം കാണാനുണ്ടോ? ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇത്തരം അസുഖം വന്ന ആളുകളെ കണ്ടാൽ നമ്മൾ പറയേണ്ടത് എന്നാ? അല്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീലാ. നീയും അല്ലാഹുവിന്റെ പടപ്പാണ്, ഞാനും അള്ളാന്റെ പടപ്പാ. അള്ളാഹു നിനക്ക് ഒരു കണ്ണല്ലേ തന്നുള്ളൂ, എനിക്ക് അള്ളാഹു 2 എണ്ണം തന്നിട്ടുണ്ട്. അള്ളാഹുവേ നീ ഇയാളെ പരീക്ഷിച്ച പോലെ എന്നെ നീ പരീക്ഷിച്ചില്ലല്ലോ പടച്ചവനെ, നിനക്ക് സ്തുതി അല്ലാ എന്ന് പറഞ്ഞാൽ ആ പ്രയാസമുള്ളവരുടെ അത്തരം അസുഖങ്ങളോ ബുദ്ധിമുട്ടോ ഈ കണ്ട ആൾക്കോ കാണുന്നവർക്കോ വരികയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെയ്യേണ്ടത്, കാരണം അതൊരു സിമ്പതിയുടെ വിഷയമാണ്. മനസ്സിൽ വേദന വരേണ്ട ഒരു ഘട്ടമാണ്. ആരാ നമ്മളൊക്കെ ഈ കോലത്തിൽ ജനിക്കണം? നമ്മൾ അള്ളാഹ്ക്ക് എഴുതി കൊടുത്ത റഖ്സ അല്ലല്ലോ. രോഗം വരുത്തുന്ന അള്ളാഹുവാണ്. അംഗവൈകല്യങ്ങളോടെ ജനിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതിൽ ആ ഉമ്മാക്കും ആ മക്കൾക്കും അത് അനുഭവിക്കുന്നവർക്കും അള്ളാഹു ഒരുപാട് കൂലി കൊടുക്കും. കുട്ടിക്ക് രോഗമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ തള്ളിപ്പറയി ഒഴിവാക്കി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചില ആളൊക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പോ ചില ഈ നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പോഴറിയുന്നത് അവർക്ക് അസുഖം ഉണ്ടായിരുന്നു, ഇത് പൂഴ്ത്തി വെച്ചിട്ടുണ്ട്, ഗുളിക കൊടുക്കുന്ന കുട്ടി അത് വാപ്പ പറഞ്ഞിട്ടില്ല. അവർ ചെയ്യാത്തത് കുറ്റമാണ്, ശരി ആയിക്കോട്ടെ. പക്ഷെ ഈ കുഞ്ഞിന് അതിന്റെ പേര് നിനക്ക് തൊലാഖ് ചെല്ലാൻ പറ്റുമോ? ആ അസുഖം അല്ലാഹു നിനക്കെന്നാ നീ എന്ത് ചെയ്യും? നമ്മൾ ചിന്തിക്കാറുണ്ട് അങ്ങനെ. നമുക്കും വന്നൂടെ ഇതൊക്കെ, അല്ലേ?
പെണ്ണുങ്ങളുടെ പക്ഷത്ത് നിന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ മക്കളില്ലാത്ത വിഷമം വരുമ്പോൾ ഭയങ്കര ഒരു ചർച്ച, അവര് ചിന്തിക്കുന്ന രീതികൾ നോക്കണം. ആണിനാണ് കുഴപ്പമെങ്കിൽ എന്തായാലും ഈ പെണ്ണ് ഒപ്പം നിൽക്കുകയാണ്, പെണ്ണിനെ കുഴപ്പമെങ്കിൽ ഉടനെ തലാക്കിൽ അടുത്ത കല്യാണത്തിലേക്ക് ആലോചിക്കുകയാണ് പുരുഷൻ, അല്ലേ? പെണ്ണുങ്ങൾ കേൾക്കേണ്ടതൊക്കെ. പെണ്ണിന് എന്തെങ്കിലും ശാരീരിക കുഴപ്പമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, എന്താ ഭർത്താവ് പറയാ, അവളെ ശരിയാവില്ല. പക്ഷെ ഈ പെണ്ണ് ഭർത്താവിന്റെ കൂടെ എത്രയും കാലം മരിക്കുവോളം നിൽക്കാൻ, ഭർത്താവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവള് റെഡിയാണ്. നമ്മൾ വേറെ കല്യാണം കഴിക്കേണ്ടെന്നല്ല ഈ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഒരു മുസീബത്ത് കൊടുത്താൽ ആ മുസീബത്ത് അള്ളാഹു നീക്കിത്തരുമോ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുക. ഈ മുസീബത്തിന്റെ പേരിൽ എന്ത് ചെയ്യരുത്, ഒരു മനുഷ്യനോട് ദുൽമ ചെയ്യാൻ പാടില്ല. അത് അള്ളാഹു നമുക്ക് തന്നേക്കും. നല്ല 1-ാം നമ്പർ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ആളാ, എന്തെങ്കിലും ഒരു ഫുട്ബോൾ കളിക്കണ നേരത്തെ ഒരു അടി കൊണ്ടാ പോരെ, അവന്റെ എല്ലാ ആയുസും തീർന്നില്ലേ, അവന്റെ എല്ലാ കപ്പാസിറ്റിയും തീർന്നില്ലേ? അത്രയല്ലേ ഉള്ളൂ മനുഷ്യൻ, അത്രയല്ലേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, ഇത് അള്ളാഹുവിന്റെ ഇടപെടലുകളാണ്. ആരും ആരെയും കുറ്റപ്പെടുത്താനോ താഴ്ത്തി കാണാനോ ഒന്നല്ല. നമുക്ക് ആരോഗ്യം തന്നത് അള്ളാഹു അല്ലേ, നമുക്ക് അസുഖം തരുന്നത് അള്ളാഹുവാ, മറ്റൊരാൾക്ക് അസുഖം കൊടുത്തത് അള്ളാഹുവാണ്, പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അള്ളാഹുവേ എനിക്ക് പരീക്ഷണം നീ തരല്ലേ റബ്ബേ, ഇങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുമ്മ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീലാ. ഇങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും അവലക്ഷണം കാണുന്ന ആൾക്കാർ, അല്ലേ? ഇതൊക്കെ ഹിന്ദു സംസ്കാരവും മറ്റു മതങ്ങളുടെ സംസ്കാരങ്ങളുമാ. കണ്ണു ചിമ്മി പുറത്തു വരിക, കണ്ണു തുറക്കുക, കണ്ടാൽ ഐശ്വര്യം ഇല്ലേ, ഇല്ലെങ്കിൽ അവന് ഭാഗ്യക്കേട്. ഇങ്ങനൊരു സംഭവം അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്തതാണ്.